മമ്മൂട്ടി കമ്പനി ആദ്യമായി നിർമ്മിക്കുന്ന ഹ്രസ്വചിത്രം ആരോ പുറത്തിറങ്ങി. രഞ്ജിത്ത് ഒരുക്കിയ ഹ്രസ്വചിത്രത്തിൽ മഞ്ജു വാര്യർ, ശ്യാമപ്രസാദ്, അസീസ് നെടുമങ്ങാട് എന്നിവരാണ് പ്രധാന കഥാപാത്രങ്ങളെ അവതരിപ്പിച്ചിരിക്കുന്നത്. 7ഓളം സിനിമകൾ നിർമ്മിച്ച മമ്മൂട്ടി കമ്പനി ആദ്യമായി നിർമ്മിച്ച ഹ്രസ്വചിത്രം ക്യാപിറ്റോൾ തിയേറ്ററുമായി സഹകരിച്ചാണ് നിർമ്മിച്ചിരിക്കുന്നത്. ഉണ്ണിദാസ് കൂടത്തിൽ സംവിധാനം ചെയ്യുന്ന ചിത്രം രാജകുമാരി റിലീസിനൊരുങ്ങുന്നു. ചിത്രത്തിന്റെ ഫസ്റ്റ് പോസ്റ്റർ മഞ്ജു വാര്യർ തന്റെ സാമൂഹ്യ മാധ്യമ അക്കൗണ്ടിലൂടെ പുറത്തിറക്കി. കേരള മനസാക്ഷിയെ ഞെട്ടിച്ച കൊലപാതകമായ ഉത്രവധമാണ് ചിത്രത്തിന്റെ പ്രമേയം. നല്ല സിനിമയുടെ ബാനറിൽ ഫറാസ് മുഹമ്മദ്, ഫഹദ് സിദ്ദിഖ്, ഫയസ് മുഹമ്മദ് തുടങ്ങിയവർ നിർമ്മിക്കുന്ന രാജകുമാരിയുടെ സംഗീതമൊരുക്കിയിരിക്കുന്നത് ഡെൻസൺ ഡൊമിനിക്കാണ്. സോഷ്യൽ മീഡിയയിലൂടെ പ്രേക്ഷക സ്വീകാര്യത നേടിയ ക്രിയേറ്റേഴ്സിനെ പ്രധാന കഥാപാത്രങ്ങളാക്കി നിർമ്മിച്ച ചിത്രമായ വാഴ 2വിന്റെ ഷൂട്ടിംഗ് പൂർത്തിയായി. ചിത്രത്തിൽ കേന്ദ്ര കഥാപാത്രങ്ങളായി എത്തുന്ന ഹാഷിറും ടീമുമാണ് വിവരം പങ്കുവച്ചിരിക്കുന്നത്. അങ്ങനെ 115 ദിവസത്തെ യാത്ര കഴിഞ്ഞിരിക്കുന്നു. വാഴ 2 പാക്കപ്പായി. അറിയാലോ, എപ്പോഴും പറയുന്നത് പോലെ കൂടെ ഉണ്ടാവണം എന്നാണ് ഹാഷിർ സമൂഹ മാധ്യമങ്ങളിൽ കുറിച്ചത്. വാഴയുടെ തിരക്കഥാകൃത്തുമായ വിപിൻ ദാസ് തന്നെയാണ് രണ്ടാം ഭാഗത്തിന്റെയും രചന നിർവഹിച്ചിരിക്കുന്നത്. ഇരു ചിത്രങ്ങളുടെയും നിർമ്മാണത്തിലും വിപിൻ ദാസ് പങ്കാളിയാണ്. താരക പ്രൊഡക്ഷൻസിന്റെ ബാനറിൽ കിരൺ നാരായണൻ തിരക്കഥയൊരുക്കി സംവിധാനം ചെയ്യുന്ന ചിത്രം റിവോൾവർ റിംഗോയുടെ ഫസ്റ്റ് ലുക്ക് പോസ്റ്റർ പുറത്ത്. നടൻ ദുൽഖർ സൽമാൻ, ഉണ്ണിമൂന്നൻ എന്നിവരുടെ സോഷ്യൽ മീഡിയ ഹാൻഡിൽസിലൂടെയാണ് ഫസ്റ്റ് ലുക്ക് പോസ്റ്റർ പുറത്തിറങ്ങിയത്. വിഷ്ണു ഉണ്ണികൃഷ്ണനാണ് ചിത്രത്തിലെ കേന്ദ്ര കഥാപാത്രമായി അഭിനയിക്കുന്നത്. ഷൂട്ടിംഗ് പൂർത്തിയാക്കിയ ചിത്രം ഉടൻ റിലീസിനെത്തും. ഹണീറോസ് കേന്ദ്ര കഥാപാത്രമായി എത്തുന്ന ചിത്രം റെയ്ച്ചലിന്റെ ഒഫീഷ്യൽ ട്രെയിലർ പുറത്തിറങ്ങി. പാലായിൽ നിന്നെത്തിയ ഇറച്ചി വെട്ടുകാരിയായ റെയ്ച്ചൽ എന്ന കഥാപാത്രത്തെയാണ് ചിത്രത്തിൽ ഹണീറോസ് അവതരിപ്പിക്കുന്നത്. തീവ്രമായ പ്രതികാര കഥയാണ് റെയ്ച്ചൽ. നെറ്റിയിൽ ടോർച്ചും മുഖത്തും കയ്യിലും രക്തത്തുള്ളികളുമായുള്ള ഹണീറോസിന്റെ പോസ്റ്റർ നേരത്തെ ശ്രദ്ധ നേടിയിരുന്നു. നവാഗതയായ ആനന്ദിനി ബാലയാണ് ചിത്രം സംവിധാനം ചെയ്യുന്നത്. രാഹുൽ മണപ്പാട്ടിന്റെ ഇറച്ചിക്കൊമ്പെന്ന കഥയെ ആസ്പദമാക്കിയാണ് ചിത്രം ഒരുങ്ങുന്നത്. ബാബുരാജ്, റോഷൻ ബഷീർ, ചന്തു സലീം കുമാർ, രാധിക രാധാകൃഷ്ണൻ, ജാഫർ ഇടുക്കി, വിനീത് തട്ടിൽ, പോളി വത്സൻ തുടങ്ങിയവരാണ് ചിത്രത്തിലെ മറ്റു താരങ്ങൾ. ഓപ്പറേഷൻ സിന്ദൂർ, ഓപ്പറേഷൻ മഹാദേവ് എന്നീ ശ്രദ്ധേയ സൈനിക മുന്നേറ്റങ്ങൾ മുൻനിർത്തിയുള്ള മേജർ രവി ചിത്രം പഹൽഗാം ഓപ്പറേഷൻ സിന്ദൂർ ചിത്രീകരണത്തിന്റെ ആദ്യഘട്ടം പൂർത്തിയായി. പ്രസിഡൻഷ്യൽ മൂവീസ് ഇന്റർനാഷണൽ പ്രൈവറ്റ് ലിമിറ്റഡിന്റെ ബാനറിൽ നിർമ്മാതാവ് അനൂപ് മോഹനാണ് സിനിമ നിർമ്മിക്കുന്നത്. പാൻ ഇന്ത്യ റിലീസായി ഒരുങ്ങുന്ന ചിത്രം ഇന്ത്യയിലെ പ്രധാനപ്പെട്ട 9 ഭാഷകളിലേക്ക് ഡബ് ചെയ്യാനുള്ള പദ്ധതിയും ടീമിനുണ്ട്. സമൂഹ മാധ്യമങ്ങളിൽ മേജർ രവിയും സിനിമയുടെ നിർമ്മാതാക്കളും ചേർന്നുള്ള പഹൽഗാമിൽ നിന്നുള്ള ചിത്രം വ്യാപകമായി പ്രചരിക്കുന്നു.